ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ മുത്തുമണീസെ, മോള് ഹോസ്പിറ്റലിലാണ്. മോൾക്ക് പനി 1-2 മാസമായിട്ട് ഇങ്ങനെ പനി വിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് ബ്ലഡ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ ആണ്. ബ്ലഡിൻ്റെ കൗണ്ടും കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഉറക്കമൊക്കെയാണ്. അങ്ങനെ ഇക്കാക്കയും ഇക്കയും ഞാനും ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ. മൂവാറ്റുപുഴ MCS ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മുത്തുമണി കുഴപ്പമില്ല, ഭയങ്കര മെനെ അടങ്ങിയൊന്നും ഇരിക്കില്ല കേട്ടോ. ഒരു പൗഡർ ടിന്നൊക്കെ ആയിട്ട് ഒന്ന് ഉറങ്ങുന്ന ടൈമിൽ അവൾ കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി കിടന്നോളൂ കേട്ടോ. അല്ലാത്ത ടൈമിലുള്ള എന്താ വികൃതി എന്നറിയോ, ഒരു 10 രൂപയുടെ പൗഡർ ടിന്ന് കേട്ടോ. അത് എന്ത് ചെയ്താൽ അതിന് വേണ്ടിയിട്ട് അവൾ കരയും. അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ മഴ വന്നു എന്ന് പറഞ്ഞ് ഉമ്മി ഓടി വായോ എന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ മഴ തുടങ്ങണേ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മണി ടൈമാട്ടോ. ഞങ്ങളുടെ ഇവിടെ മൂവാറ്റുപുഴയൊക്കെ ഭയങ്കര കാറ്റ് ആദ്യം വന്നിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് പെയ്തു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പേമാരി കണക്കുള്ളൊരു മഴയായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കാറ്റും മഴയും. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? അതെ, ലൈവിലൊക്കെ കയറിയിട്ട് കുറേ ആയി. ഷോർട്സ് ഒന്നും ഒത്തിരി ഇടാൻ പറ്റുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ്. ആരും മറന്നു പോവല്ലേ ഞങ്ങൾ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണോ? പിന്നെന്താണ്? പിന്നെ നമ്മുടെ മുത്തുമണിയിലെ കുറച്ച് വിശേഷം. അതേ സങ്കടപ്പെട്ട് പിണങ്ങി ഇരിച്ച. എന്തിനാണെന്നറിയോ? അവൾക്ക് പൗഡർ ടിന് കൊടുക്കാത്തതിന്. കാരണം അത് മൊത്തം കാലയിലും കയ്യിലും മുഖത്തൊക്കെ ഇങ്ങനെ ആക്കാന്നേ. ഞാൻ മാറ്റി വെച്ചതിന് പിണങ്ങിപ്പോയിരിക്കുക. പിന്നെ ഞാൻ അത് കൊടുത്തു, അല്ലാണ്ട് രക്ഷയില്ല. എന്നാ ചെയ്യണേ? പിന്നെ ഇതേ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിണങ്ങി എടുത്തിട്ട് എന്നെ അത് വെച്ചിട്ട് എറിയുക. തരൂല, കൂട്ടില്ല, മിന്തൂല, ഇതൊക്കെയാണ് പറയണേ. ഒരു രക്ഷയില്ല കേട്ടോ. സ്കൂളിൽ പോയി. ഇനി വൈകിട്ടാകുമ്പോൾ വരും. ഞങ്ങൾ ഇക്കയും മോനും രാത്രി ഇവിടെ കിടക്കുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോയി മോനും സ്കൂളിൽ അവിടെ നിന്ന് വിടും. അങ്ങനെയൊക്കെയാണ്. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോണു. പൗഡർ മൊത്തം മുഖത്തൊക്കെ തെറിച്ചു. അത് അടയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ആ മേൽഭാഗം എന്തോ കംപ്ലൈൻറ്റാണ്. അല്ലെങ്കിൽ അത് മുറുക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താലും മതിയായിരുന്നു. അതും രക്ഷയില്ല. ഇനി കുറേ വാരി കാലിൽ അങ്ങോട്ട് ഇടും. കാലിലിട്ടിട്ട് മൊത്തം തേക്കും. എന്നിട്ട് ആ കാലിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മൂത്ത് തേച്ച് തരും. ഇതൊക്കെയാണ് പരിപാടികൾ. ഇതേ കണ്ടോ, നല്ല മെനെ അടങ്ങിയിരിക്കില്ല. രാത്രിയാകുമ്പോൾ ചെറിയതായിട്ട് ഒരു പനിയുടെ ഇതും കൂടെ ഈ കിടന്ന് ഇങ്ങനെ ഓടി നടക്കുമെന്നേ. ഒരു രക്ഷയില്ല. വയ്യ, ഒട്ടും പറ്റില്ല. ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. അപ്പോൾ ട്രിപ്പ് ഇടുന്നുണ്ട്. 2 ബിസ്ക്കറ്റ് കൊടുത്തതാണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ആ ബിസ്ക്കറ്റിന് ആ പാത്രത്തിൽ അപ്പിടിപ്പൊടി പൊടിയെന്നിട്ട് എന്നിട്ട് എനിക്ക് കൊണ്ട് തരാം, ഉമ്മ കഴിച്ചോളാം, ഫുഡ് കഴിച്ചോളാന്നാണ് പറയണത്. അവിടെ ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ, നമ്മുടെ മക്കളെ കുസൃതികൾ. പിന്നെ 24 മണിക്കൂറുള്ള സുഖിടതേ ഷോൾ അങ്ങോട്ട് കൊടുക്കും. ഷോള് കെട്ടി ടാറ്റ പോകാമെന്നുള്ള കൊഞ്ചിലൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. നാളെ കാണാം. ബൈ ബൈ.